എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. നവഗ്രഹ ആരാധന വളരെ പ്രശസ്തമാണ്. ഗ്രഹപ്പിഴ എന്ന ഒരു പദത്തിലൂടെ നമുക്കുണ്ടാവുന്ന എല്ലാവിധത്തിലുള്ള ദുഃഖങ്ങളെയും നാം സൂചിപ്പിക്കാറുണ്ട്. ഗ്രഹങ്ങൾ പിഴച്ചു നിന്നാൽ അതുകൊണ്ട് ഒരു വ്യക്തിക്ക് ധാരാളം ദോഷങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ് സങ്കല്പം. സാമ്പത്തികപരമായിട്ടും അല്ലെങ്കിൽ ജോലി, കർമ്മമേഖല, അല്ലെങ്കിൽ അങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങളെ കൊണ്ടും എല്ലാം കൊണ്ടും സന്തോഷമായി സുഖകരമായി പോകാൻ പറ്റുന്ന സാഹചര്യത്തിൽ പോലും നവഗ്രഹങ്ങളിൽ നിന്നുണ്ടാവുന്ന പീഡകൾ അവർ നേരിടേണ്ടി വരും, അനുഭവിക്കേണ്ടി വരും എന്നർത്ഥം. ഒരു ഗ്രഹത്തിൻ്റെ ദശാകാലം മാറി മറ്റൊരു ദശാകാലം വരുന്നു, അപഹാരകാലം മാറുന്നു. ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം ഈ രണ്ട് ഗ്രഹങ്ങളുടെ സ്വാധീനം ഒരേപോലെ നമ്മെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലയ്ക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാം. ഈ സന്ദർഭങ്ങളിലൊക്കെ, അതായത് ഈ ദശാസന്ധി സമയങ്ങൾ, അതുപോലെ വളരെയധികം ഓരോ ഗ്രഹങ്ങളും അനിഷ്ട സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സന്ദർഭങ്ങൾ, ശനിയെ സംബന്ധിച്ച് 1, 4, 7, 10 തുടങ്ങിയ സ്ഥാനങ്ങൾ നിൽക്കുമ്പോഴോ, അല്ലെ 7ര ശനി, അഷ്ടമ ശനി എന്നൊക്കെ പറയുന്ന ആ ഒരു സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് എന്ത് ഗുണങ്ങളും നേട്ടങ്ങളും ഉണ്ടെങ്കിലും അലച്ചിൽ തീരത്തില്ല. നാം വല്ലാതെ വട്ടം കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇതുപോലെ ഓരോ ഗ്രഹങ്ങൾക്കും നല്ലതും ചീത്തതും നമുക്ക് തരുവാൻ സാധിക്കും. നവഗ്രഹങ്ങളിലെ ശുക്രനും വ്യാഴവും എല്ലാം നല്ല അനുഗ്രഹത്തോടു കൂടി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും എല്ലാം വളരെയധികം അനുഭവിക്കാൻ സാധിക്കും. ബുധൻ്റെ ഒരു അനുഗ്രഹം വന്നു കഴിഞ്ഞാൽ വിദ്യാപരമായി വളരെയധികം പുരോഗതി ഉണ്ടാവും എന്നാണ് പറയുക. സൂര്യൻ്റെ അനുഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ കർമ്മ മേഖലയിൽ വളരെയധികം ശോഭിക്കാൻ സാധിക്കും. ചന്ദ്രൻ തൃപ്തിയായി നിന്ന് കഴിഞ്ഞാൽ മനസമാധാനവും സ്വസ്ഥതയും ഉണ്ടാവും. ശനി വിപരീതമായി നിന്നാൽ ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളെയും ആ ശനി ഇല്ലാതാക്കും എന്നൊക്കെയാണ് പറയുക. അപ്പം ഇങ്ങനെ ഓരോ ഗ്രഹങ്ങൾക്കും നമ്മുടെ വളരെ ഉപാസകന്മാരായിരിക്കുന്ന സിദ്ധന്മാരായിരിക്കുന്ന ആചാര്യന്മാർ വളരെ കാലത്തെ ഗവേഷണത്തിലൂടെ നിരീക്ഷണത്തിലൂടെ ഓരോ ഗ്രഹങ്ങളെയും കണ്ടെത്തി നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നതാണ് ജ്യോതിഷത്തിലൂടെയും തന്ത്രശാസ്ത്രത്തിലൂടെയും എല്ലാം. അപ്പോൾ ഈ ഗ്രഹങ്ങളെ ഒന്ന് സ്വാധീനിച്ചു കഴിഞ്ഞാൽ, വേണ്ട വിധത്തിലൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെയുള്ള ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും എല്ലാം ശമനം ഉണ്ടാകും എന്നർത്ഥം. ഗ്രഹങ്ങളെ സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, ശുക്രൻ, വ്യാഴം, ശനി, രാഹു, കേതു എന്നിങ്ങനെ പറയുന്ന ഓരോ ഗ്രഹങ്ങളെയും നിത്യേന നാം പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തണം. രാവിലെ ആണെങ്കിലും കുളിച്ച് ശുദ്ധമായിട്ട് സൂര്യനെ കണ്ടുകൊണ്ട്, എന്ന് പറഞ്ഞാൽ വെയിലത്ത്, ആ സൂര്യൻ ഉദിച്ചു വന്ന ഉടനെ സൂര്യകിരണങ്ങളെ ഏറ്റുകൊണ്ട് പുറത്തിറങ്ങി വന്ന് നിന്നുകൊണ്ട് നവഗ്രഹ സ്തോത്രം ജപിക്കുന്നത് ഏറെ വിശിഷ്ടമാണ്. ഗ്രഹങ്ങളിൽ വെച്ചും ഏറെ പ്രധാനിയായിരിക്കുന്ന സൂര്യനെ ആദിത്യഹൃദയ മന്ത്രം ചൊല്ലിക്കൊണ്ട് നമുക്ക് സ്തുതിക്കാം. നവഗ്രഹങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായിരിക്കുന്ന മന്ത്രങ്ങളുണ്ട്. ഓം ആദിത്യായ നമ, അംഗാരകായ നമ, ശുക്രായ നമ, സോമായ നമ, ബുധായ നമ, ബൃഹസ്പതി നമ, ശനൈശ്വരായ നമ, രാഹവേ നമ, കേതവേ നമ. ഇങ്ങനെ ഓരോ നവഗ്രഹത്തിലെ ഓരോ ആൾക്കാർക്കും വ്യത്യസ്തമായ മന്ത്രങ്ങളുണ്ട്. താന്ത്രിക സമ്പ്രദായത്തിൽ നമ്മൾ സാധാരണ പറയുന്ന ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ ആ ഒരു ക്രമമല്ല സ്വീകരിക്കുന്നത്. അതാണ് ആദിത്യൻ, അംഗാരകൻ, ശുക്രൻ, സോമൻ, ബുധൻ, ബൃഹസ്പതി ഈ ഒരു ക്രമം പറഞ്ഞത്. അപ്പം തന്ത്രത്തിൻ്റെതായ പൂജാവിധാനങ്ങളിൽ ഇതിന് ക്രമം മാറ്റമുണ്ട് എന്നർത്ഥം. അതെന്ത് തന്നെയായാലും വിരോധമില്ല. നവഗ്രഹ സ്തോത്രം വളരെ പ്രശസ്തമാണ്. ജപാകുസുമ സംകാശം എന്ന് തുടങ്ങുന്ന 9 ശ്ലോകങ്ങൾ. ഇപ്പോൾ രാവിലെ കുളിച്ച് ശുദ്ധമായ വസ്ത്രം ധരിച്ചുകൊണ്ട് മുറ്റത്ത് സൂര്യകിരണങ്ങൾ ഏൽക്കുന്നത് പോലെ നിൽക്കുക, ആദിത്യഹൃദയ മന്ത്രവും നവഗ്രഹ സ്തോത്രമൊക്കെ ചൊല്ലുക. അങ്ങനെ ഒരു 41 ദിവസമോ 90 ദിവസമോ, ഇനി അത്രയൊന്നും പറ്റുന്നില്ലാത്ത ആൾക്കാർ 12 ദിവസമെങ്കിലും കൃത്യമായി നവഗ്രഹങ്ങളെ സങ്കല്പിച്ചുകൊണ്ട് ചൊല്ലുക. ഗ്രഹപ്പിഴകൾ കുറേ മാറിക്കിട്ടും, കുറേ സന്തോഷവും സമാധാനവും നമുക്ക് കിട്ടും. തടസ്സങ്ങൾ മാറി കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ മുന്നോട്ട് പോകുന്നത് കാണുവാൻ സാധിക്കും. ഇതുകൂടാതെ നവഗ്രഹത്തിന് വേണ്ടി ഓരോ ആഴ്ച പ്രാധാന്യത്തിലൊക്കെ വ്രതം എടുക്കാറുണ്ട്. ഇപ്പോൾ ശനിദോഷം വന്നാൽ ശനിയാഴ്ച ദിവസം വ്രതം എടുക്കുക, അങ്ങനെ പതിവുണ്ട്. സൂര്യൻ്റെ പ്രീതിക്ക് വേണ്ടി ഞായറാഴ്ച ദിവസം വ്രതം എടുക്കുക, സൂര്യൻ്റെ പ്രീതിക്ക് വേണ്ടി ഞായറാഴ്ച ദിവസം വ്രതം എടുക്കുകയും ഞായറാഴ്ച ദിവസം പൊങ്കാല അർപ്പിക്കുകയൊക്കെ ചെയ്താൽ രോഗദുരിതങ്ങൾ മാറുകയും കർമ്മസംബന്ധമായ പുഷ്ടി ഉണ്ടാവും എന്നൊക്കെയാണ് സങ്കല്പം. ഇങ്ങനെ ഓരോരുത്തർക്ക് വേണ്ടിയും പ്രത്യേകം നമുക്ക് ചെയ്യാം. നവഗ്രഹ പൂജ എന്ന രീതി പ്രത്യേകമായ പൂജാവിധാനമുണ്ട്. നവഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പത്മം തയ്യാറാക്കി ആ പത്മത്തിൽ അവർ ഓരോരുത്തരെയും ആവാഹിച്ച് യോഗ്യനായിരിക്കുന്ന പൂജാതി കർമ്മങ്ങൾ അറിയാവുന്നൊരു പൂജാരിക്ക് അവർക്ക് വേണ്ടി വിശേഷമായ നിവേദ്യമൊക്കെ സമർപ്പിക്കാം. നവഗ്രഹങ്ങൾക്ക് വേണ്ടി ഹോമം നടത്താം. നവഗ്രഹ സങ്കല്പത്തിൽ ഗ്രഹശാന്തി എന്ന പേരിൽ 9 വ്യക്തികളെ ഇരുത്തി ഗ്രഹങ്ങളുടെ പ്രതിനിധിയായി സങ്കല്പിച്ച് പൂജിച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കുകയും ദാനം കൊടുക്കുകയൊക്കെ ചെയ്യാം. ഗ്രഹശാന്തി എന്നാണ് ഇതിന് പറയുക. ഇതെല്ലാം ഈ ഗ്രഹപ്പിഴ മാറാൻ വേണ്ടി, നവഗ്രഹങ്ങൾ പിഴച്ചു നിൽക്കുന്നത് മാറാൻ വേണ്ടി ചെയ്യുന്ന വ്യത്യസ്തമായ പരിഹാരങ്ങളും കർമ്മങ്ങളുമാണ്.
അതായത് സാമ്പത്തിക ശേഷി കൊണ്ട് സാധിക്കുന്നവർക്ക് ഗ്രഹശാന്തിയൊക്കെ നടത്താം. ഹോമവും പൂജയും ദാനവും ഒക്കെ ആയിട്ട് ചെയ്യാം. 9 പേരെ ഇരുത്തി അവർക്ക് ഭക്ഷണം കൊടുക്കുകയും അവരെ പൂജയുടെ ഭാഗമായി വസ്ത്രം ദക്ഷിണയൊക്കെ കൊടുത്ത് സന്തോഷിപ്പിക്കുകയും ഹോമവും പൂജയൊക്കെ നടത്തുകയും ചെയ്താൽ അതിൻ്റേതായ സുഹൃതം ഉണ്ടാവും. അത്രയൊന്നും സാമ്പത്തിക ശേഷി ഇല്ലാത്ത ആൾക്കാർക്കോ ഇതിലെ ഹോമാചാരമൊക്കെ ഒഴിവാക്കിയിട്ട് പൂജയായിട്ട് മാത്രം ചെയ്യാം. സാധാരണക്കാരിതൊന്നും പറ്റാത്ത ആൾക്കാരാണ്. അപ്പോൾ അവർ നവഗ്രഹ പൂജ എന്നുള്ള രീതിക്ക് അമ്പലത്തിൽ ചെറിയ രീതിക്കൊക്കെ ചെയ്യുന്ന ക്ഷേത്രങ്ങളുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്ത് ചെയ്യാം. ഇതെന്ത് തന്നെയാണേലും കടം മേടിച്ചും ബുദ്ധിമുട്ടി ഒന്നും ചെയ്യണ്ട. അവനവന് സാധിക്കുന്നത് പോലെ ലളിതമായി ചെയ്താൽ മതി എന്ന് സാരം. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി. നല്ല മനസ്സോടുകൂടി നിങ്ങൾ എന്ത് തന്നാലും ഞാനത് സ്വീകരിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പം നമുക്ക് വലിയ ഹോമവും പൂജയും ഒന്നും പറ്റുന്നില്ലേ? നവഗ്രഹത്തിൻ്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളുണ്ട്. അവിടെ പോയി നിങ്ങൾ ദർശനം നടത്തി അവിടെ സൗകര്യപ്രദമായി എവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് നവഗ്രഹ സ്തോത്രം ജപിക്കുക. നവഗ്രഹങ്ങളുടെ മൂലമന്ത്രം ജപിക്കുക. ഓം ആദിത്യായ നമ, ഓം സോമായ നമ, ഓം അങ്കാരകായ നമ, ഓം ബുധായ നമ, ഓം ബൃഹസ്പതയേ നമ, ഓം ശുക്രായ നമ, ഓം ശനൈശ്വരായ നമ, ഓം രാഹവേ നമ, ഓം കേതവേ നമ. ഈ മന്ത്രങ്ങൾ ജപിക്കുക. ഒരു 108 പ്രാവശ്യം വീതം ജപിക്കുക. ഈ 9 മന്ത്രങ്ങളും ജപിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു ഗ്രഹത്തിൻ്റെ ദോഷമുണ്ടെന്നാണോ നിങ്ങൾ സങ്കല്പിക്കുന്നത് ആ ഗ്രഹത്തിൻ്റെ മന്ത്രം മാത്രമായിട്ടും ജപിക്കാം എന്നർത്ഥം. സമയമുണ്ട് എല്ലാം ജപിക്കാം. 108 വീതമോ 36 വീതമോ 8 പ്രാവശ്യമോ യഥാശക്തി ജപിക്കാം. നവഗ്രഹ മണ്ഡപം, നവഗ്രഹത്തിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്ഷേത്രത്തിലെ ഭാഗമുണ്ടെങ്കിൽ യഥാശക്തി പ്രാവശ്യം പ്രദക്ഷിണം വെക്കാം. അവിടെ ഇരുന്നുകൊണ്ട് നവഗ്രഹ സ്തോത്രം ചൊല്ലാം. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നവഗ്രഹത്തെ കൊണ്ടുള്ള ആ ദോഷത്തിൻ്റെ ശക്തി കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ന്യായമായി ലഭിക്കേണ്ട ഭാഗ്യവും ഐശ്വര്യവും ശ്രേയസ്സും എല്ലാം ലഭിക്കും. ശനിദോഷം മാറിക്കഴിയുമ്പം തന്നെ പകുതി പ്രശ്നങ്ങൾ അവിടെ മാറി. കുറേ അലസരും ദുരിതരും മാറുകയും നാം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അതിനനുസരിച്ചൊരു ഫലപ്രാപ്തി ലഭിക്കുകയും ചെയ്യും. വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയൊക്കെ അനുഗ്രഹം കിട്ടുമ്പം കുറേ സമ്പൽ സമൃദ്ധി ഐശ്വര്യമൊക്കെ വരും. കടബാധ്യതയുള്ളവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ധനം കയ്യിൽ വന്ന് ആ കടബാധ്യതയൊക്കെ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ട വഴി കിട്ടും. നവഗ്രഹങ്ങൾ പ്രമുഖമായ ധാരാളം ക്ഷേത്രങ്ങളുണ്ട്. കേരളത്തിൽ കുറവാണ്. തമിഴ്നാട്ടിലൊക്കെ പ്രത്യേകമായിട്ട് നമുക്ക് ഈ പറഞ്ഞ ഗ്രഹങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടിയും പ്രത്യേകം പ്രമുഖമായ ക്ഷേത്രങ്ങളുണ്ട്. അത്തരം ക്ഷേത്രങ്ങൾ ദർശനം നടത്തുന്നതും എല്ലാം വിശിഷ്ടമാണ്. മറ്റേതൊരു ക്ഷേത്രത്തെക്കാളും പ്രാധാന്യം നവഗ്രഹ ക്ഷേത്രങ്ങൾക്കുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിൽ നേരിട്ട് സ്വാധീനിക്കുന്നതായതുകൊണ്ടാവാം ആചാര്യന്മാർ നവഗ്രഹങ്ങൾക്ക് ഇത്രയധികം പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നവഗ്രഹ ക്ഷേത്രങ്ങൾ ദർശനം നടത്താതിരുന്നാൽ മറ്റു നമ്മുടെ എല്ലാവിധത്തിലുള്ള ആരാധനകൾക്കും പ്രാർത്ഥനകൾക്കും ഒന്നും ഒരു പൂർത്തീകരണമില്ല എന്ന ഒരു സങ്കല്പം തന്നെയുണ്ട്. അതെന്ത് തന്നെയായാലും നമുക്ക് സാധിക്കുന്നത് പോലെ നമുക്ക് നവഗ്രഹങ്ങളെ പ്രാർത്ഥിക്കാം. നവഗ്രഹ പ്രധാനമായ ക്ഷേത്രങ്ങളിൽ സമയം കിട്ടുകയാണെങ്കിൽ ദർശനം നടത്താം. ഇല്ലെങ്കിൽ നവഗ്രഹങ്ങൾ ഉപദേവന്മാരായിട്ടുള്ള ധാരാളം ക്ഷേത്രങ്ങൾ നമ്മുടെ പല നാട്ടിലും എല്ലാ ജില്ലകളിലും തന്നെയുണ്ട്. അവിടെ പോയി തൊഴുത് യഥാശക്തി പ്രാർത്ഥനയും കാര്യങ്ങളുമൊക്കെ ചെയ്യാം. യഥാശക്തി വീട്ടിലിരുന്നു കൊണ്ട് തന്നെയാണെങ്കിലും നവഗ്രഹ സ്തോത്രം നിത്യേന ചൊല്ലുക. രാവിലെയാണ് ജപിക്കേണ്ടത്. ഓരോ ശ്ലോകവും ചൊല്ലിക്കൊണ്ട് ഓരോ തവണ നമസ്കരിക്കുന്ന 9 ഘട്ടം നമസ്കരിക്കുന്ന അനുഷ്ഠാനമുണ്ട്. നവഗ്രഹ നമസ്കാരം എന്നാണ് അതിന് പറയുക. അങ്ങനെ വേണേൽ ചെയ്യാം. അതിന് ആരോഗ്യപരമായി അങ്ങനെ 9 പ്രാവശ്യം നമസ്കരിക്കാനൊന്നും പറ്റാത്ത ആൾക്കാർക്ക് ജപം മാത്രമായും ചെയ്യാം. ജപാകുസമസങ്കാശം കാശ്യപേയം മഹാദ്യുതിം തമോരിം സർവപാപഘ്നം പ്രണതോസ്മി ദിവാകരം ദധിശംഖതുഷാരാഭം ക്ഷീരാർണവസമുദ്ഭവം നമാമി ശശിനം സോമം ശംഭോർമകുടഭൂഷണം ധരണീഗർഭസംഭൂതം വിദ്യുൽകാന്തിസമപ്രഭം കുമാരം ശക്തിഹസ്തം തം മംഗളം പ്രണമാമ്യഹം പ്രിയങ്കുകലികാശ്യാമം രൂപേണാ പ്രതിമം ബുധം സൗമ്യം സൗമ്യഗുണോപേതം തം ബുധം പ്രണമാമ്യഹം ദേവാനാം ച ഋഷീണാം ച ഗുരും കാഞ്ചനസന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തന്നമാമി ബൃഹസ്പതിം ഹിമകുണ്ടമൃണാളാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം
ഭാർഗവം പ്രണമാമ്യഹം. നീലാഞ്ജനസമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡസംഭൂതം തന്നമാമി ശനൈശ്ചരം. അർദ്ധകായം മഹാവീര്യം ചന്ദ്രാദിത്യവിമർദനം സിംഹികാഗർഭസംഭൂതം തം രാഹും പ്രണമാമ്യഹം. പലാശപുഷ്പസങ്കാശം താരകാഗ്രഹമസ്തകം രൗദ്രം രൗദ്രാത്മകം ഘോരം തം കേതും പ്രണമാമ്യഹം. ഈ 9 ശ്ലോകങ്ങളെയാണ് നവഗ്രഹ സ്തോത്രം എന്ന് പറയുക. ഇതിലെ ചില പദങ്ങൾ, ചില വാക്കുകളൊക്കെ വ്യത്യാസങ്ങൾ ചില സ്ഥലങ്ങളിൽ കാണും. അത് എല്ലാ മന്ത്രങ്ങളെ സംബന്ധിച്ചും അങ്ങനെ ഉണ്ടാവും. അത് ഏത് സമ്പ്രദായമായാലും കുഴപ്പമില്ല. അപ്പം തെറ്റുകൂടാതെ ഈ നവഗ്രഹ സ്തോത്രം അത് വലിയൊരു മന്ത്രമൊന്നുമല്ല, ചൊല്ലാൻ വലിയ കഷ്ടപ്പാടൊന്നുമുള്ള മന്ത്രമല്ല. നിങ്ങൾക്ക് കേട്ട് ചൊല്ലാവുന്നതേ ഉള്ളൂ. മന്ത്രോപദേശമൊന്നും വേണ്ട. ശ്രദ്ധയോടുകൂടി ഈ നവഗ്രഹ സ്തോത്രം ചൊല്ലുക. നവഗ്രഹങ്ങളുടെ പ്രീതി നമുക്കെല്ലാവർക്കും ഉണ്ടാകും. അതിനോടൊപ്പം തന്നെ ആദിത്യായ നമ, സോമായ നമ, അങ്കാരകായ നമ, ബുധായ നമ, ബൃഹസ്പതി നമ, ശുക്രായ നമ, ശനൈശ്ചരായ നമ. ശനൈശ്വരൻ എന്നല്ല, ശനൈശ്ചരായ നമ. രാഹവേ നമ, കേതവേ നമ. ഈ മന്ത്രങ്ങൾ നിത്യേന ജപിക്കുകയും കൂടെ ചെയ്യുക. ഗ്രഹപ്പിഴകൾ നീങ്ങുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ വിദ്യാഭ്യാസം, ജോലി, സാമ്പത്തികം, വിവാഹ ജീവിതം തുടങ്ങി എല്ലാ കാര്യങ്ങൾക്കും കൂടുതലൊരു സന്തോഷവും ഐശ്വര്യവും എല്ലാം നേടിയെടുക്കുവാൻ സാധിക്കും. അപ്പം ഗ്രഹങ്ങളുടെ പ്രീതി നമുക്ക് ഏവർക്കും ലഭിക്കാൻ ഈ നവഗ്രഹ ആരാധന നിങ്ങളെല്ലാവരും ആരംഭിക്കുക. എല്ലാ സജ്ജനങ്ങൾക്കും സ്നേഹാദരപൂർവ്വം നന്ദി, നമസ്കാരം.